നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ 2024 ഒരു PhD ഡിഗ്രി കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണോ എങ്കിലിതാ നിങ്ങളുടെ PhD UGC അംഗീകരിക്കുന്നതിനുള്ള മാർഗരേഖകളെല്ലാം പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് UGCയുടെ PhD എക്സലൻസ് സൈറ്റേഷൻ അവാർഡിന് നിങ്ങൾ അർഹരാണോ അല്ലേന്ന് നമുക്ക് നോക്കാം. 2010-11 വർഷങ്ങളിലെ അപേക്ഷിച്ച് 2017-18 ആയപ്പോഴേക്കും ഇന്ത്യയിലെ PhD അഡ്മിഷൻസ് ഏകദേശം ഡബിൾ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിലുള്ള ഈ PhDയുടെ അഭിരുചി വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ക്വാളിറ്റി റിസർച്ച് എക്കോസിസ്റ്റം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ യങ് PhD സ്കോളേഴ്സിനെ അംഗീകരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് UGC ഈ അവാർഡ് നൽകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നേരിട്ടല്ല അപേക്ഷിക്കേണ്ടത്, നിങ്ങളുടെ യൂണിവേഴ്സിറ്റി വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി നിങ്ങളെ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അതോടൊപ്പം തന്നെ ഏതൊക്കെ സ്ട്രീംസിൽ PhD ചെയ്തവർക്കാണ് ഈ അവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടാൻ അർഹതയുള്ളതെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ ഏതൊക്കെയാണ് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏതൊക്കെ സ്ട്രീംസ് ആണ് UGC ഇതിന് വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആകെ 5 സ്ട്രീംസിലാണ് UGC അവാർഡ് പ്രഖ്യാപിക്കുക. അതായത് സയൻസ്, അതിൽ ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ സയൻസസും മെഡിക്കൽ സയൻസസും. അടുത്തത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. മൂന്നാമത്തെ കാറ്റഗറി സോഷ്യൽ സയൻസസ്, അതിൽ എഡ്യൂക്കേഷനും ഹ്യൂമാനിറ്റീസും ഇൻക്ലൂഡ് ചെയ്യും. അടുത്തത് ഇന്ത്യൻ ലാംഗ്വേജസും. അഞ്ചാമത്തെ കാറ്റഗറി കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. ഈ 5 കാറ്റഗറിയിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കി ക്രൈറ്റീരിയകൾ കൂടി നിങ്ങൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ അവാർഡ് കാറ്റഗറിയിൽ ഉൾപ്പെടാം. UGC 10 PhD എക്സലൻസ് അവാർഡ്സ് ആണ് നൽകാൻ പോകുന്നത്. അതായത് ഈ 5 സ്ട്രീമിൽ നിന്നും ഓരോ സ്ട്രീമിലെയും 2 ബെസ്റ്റ് PhD തീസിസിനാണ് അവാർഡ് ലഭിക്കുക. അപ്പൊ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റി ആണെന്ന്. അപ്പൊ നിങ്ങൾ തീസിസ് ചെയ്ത യൂണിവേഴ്സിറ്റി UGC ആക്ടിന്റെ ആർട്ടിക്കിൾ 2F പ്രകാരമുള്ളതാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇത് NAAC അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഇതൊക്കെയുള്ള യൂണിവേഴ്സിറ്റിയുള്ള ക്രൈറ്റീരിയ. സ്റ്റുഡൻറ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് ക്രൈറ്റീരിയ പറയുന്നത് നിങ്ങളുടെ ഈ തീസിസിന്റെ URL ഇൻഫ്ലിപ്നെറ്റ് വെബ്സൈറ്റിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് റിസർച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ PhD ഡിഗ്രിക്ക് നിങ്ങൾ ഒരു പേറ്റന്റ് എടുത്തിട്ടുണ്ടായിരിക്കണം. തേർഡ് കണ്ടീഷൻ ആയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഈ PhD തീസിസ് ലഭിച്ചിട്ടുണ്ടാകുക UGC നോംസ് അനുസരിച്ചിട്ടായിരിക്കണം. അതിന്റെ മിനിമം സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ള ഒരു തീസിസ് ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ PhD ഡിഗ്രി ലഭിച്ചിട്ടുണ്ടാകുക പ്രിസീഡിങ് ഇയറിലായിരിക്കണം. അതായത് 2024 ജാനുവരി 1 തുടങ്ങി ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ലഭിച്ച PhD ഡിഗ്രീസ് ആണ് ഇവർ ഈ അവാർഡിന് വേണ്ടിയിട്ട് കണക്കാക്കുക. ഓരോ യൂണിവേഴ്സിറ്റിക്കും 5 തീസിസ് വീതം നോമിനേറ്റ് ചെയ്യാം. അതായത് ഓരോ കാറ്റഗറിയിൽ നിന്നും ഓരോന്ന് വീതമാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് 2 ലെവലായിട്ടാണ്. അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ലെവലിൽ ഒരെണ്ണം നടക്കും, അതുകൂടാതെ UGC ലെവലിലും ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്ക്രീനിങ് കമ്മിറ്റിയാണ് ഉണ്ടാവുക. ആ സ്ക്രീനിങ് കമ്മിറ്റിയാണ് നിങ്ങളുടെ ഈ തീസിസ് ഇതിന് പ്രൊപ്പോസ് ചെയ്യണോ വേണ്ടതെന്ന് നോക്കുക. ഈ പ്രൊപ്പോസലിൽ നിങ്ങൾ പെടണമെങ്കിൽ നിങ്ങൾ കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഞാൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞു. ഇത് കൂടാതെ ഈ സ്റ്റുഡൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഇവാലുവേറ്റിംഗ് ക്രൈറ്റീരിയാസ് എല്ലാം ഈ യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യും. അപ്പോൾ ആ ക്രൈറ്റീരിയ എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ഈ നിങ്ങളുടെ തീസിസിന് ഒറിജിനാലിറ്റി ആൻഡ് ഇന്നോവേഷൻ ഉണ്ടായിരിക്കണം. അതായത് സിമ്പിളാണ്, നിങ്ങളുടെ തീസിസ് ഒറിജിനൽ തിങ്കിങ് ഉള്ളതും അതുപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉള്ളതാണെങ്കിൽ ഇതിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാം. അടുത്തത് കോൺട്രിബ്യൂഷൻ ടു നോളജ് ആണ്. നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ ഏതെങ്കിലും നോളജ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അടുത്തൊരു യാർഡ് സ്റ്റിക്ക് നിങ്ങൾ ഉപയോഗിച്ച മെത്തഡോളജി എന്താണെന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഡിസൈൻ, എക്സിക്യൂഷൻ, അതോടൊപ്പം തന്നെ അനാലിസിസ് എങ്ങനെയാണ് നടത്തിയത്, ഇതെല്ലാം മെത്തഡോളജിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അടുത്തൊരു ക്രൈറ്റീരിയ ക്ലാരിറ്റി ആൻഡ് സ്ട്രക്ചർ. ഈ തീസിസ് വെൽ റിട്ടൺ ആയിരിക്കണം, അതോടൊപ്പം തന്നെ വെൽ ഓർഗനൈസ്ഡും വെൽ സ്ട്രക്ചേർഡും ആയിരിക്കണം, അതോടൊപ്പം തന്നെ ക്ലിയർ ആൻഡ് കോഹിയറൻ്റ് ആയിരിക്കണം. അടുത്ത ക്രൈറ്റീരിയ ഇമ്പാക്റ്റ് ആണ്.
അതായത് നിങ്ങളുടെ ഈ നോളജ് ഓഫ് സ്റ്റഡി കൊണ്ട് സൊസൈറ്റിയിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതും ഇതൊരു യാൺസ്റ്റിക് ആണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ റെഫറൻസ് ആൻഡ് സൈറ്റേഷൻ, അത് ഓഫ് കോഴ്സ് നിങ്ങൾ പ്രീവിയസ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഏതാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ തീസിസിൽ കൊടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണ്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്ലസ് പോയിന്റ് ആണ്. അടുത്തത് നിങ്ങളുടെ ഓവറോൾ പ്രസന്റേഷൻ എങ്ങനെയാണെന്നുള്ളതും ഒരു ക്രൈറ്റീരിയ ആണ്. അടുത്തതാണ് ഡിഫെൻസ്, അതായത് നിങ്ങൾ നിങ്ങളുടെ തീസിസിനെ ഡിഫെൻഡ് ചെയ്യാൻ എന്തൊക്കെ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ വൈവ ഓസിയിലോ അതല്ലെങ്കിൽ ഓറൽ എക്സാമിനേഷൻ ടൈമിലോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ഡിഫെൻഡ് ചെയ്തതെന്നുള്ളതും ഒരു ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ തീസിസ് ഇതിന് ഉൾപ്പെടണമെങ്കിൽ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി ഈ അവാർഡിന് നോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ സെലക്ട് ചെയ്യുന്നത്. അടുത്ത UGC ലെവലിലെ സെലക്ഷൻ കമ്മിറ്റിയാണ്. അവര് 5 സെലക്ഷൻ കമ്മിറ്റിയാണ് ഉണ്ടാക്കുക. അതായത് ഓരോ ഹെഡിൽ നിന്നും ഓരോ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. അവരാണ് ഇതിന്റെ ഫൈനൽ അതോറിറ്റി. അപ്പൊ ഇത് അപ്ലൈ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ പോർട്ടലിൽ അവർക്ക് നിങ്ങളുടെ നോമിനേഷൻ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഈ സെലക്ഷൻ കമ്മിറ്റി ഓരോ ഫീൽഡിൽ നിന്നും 2 തീസിസ് ആണ് എക്സലൻസ് അവാർഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. പിന്നെ ഇത് കൊടുക്കാനുള്ള ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഡേറ്റ് ഓൾറെഡി ഇത് തുടങ്ങിയിട്ടുണ്ട്. അതായത് 1 ജാനുവരിയിലാണ് ഇത് സ്റ്റാർട്ട് ഡേറ്റ്. ഇത് 31 മാർച്ച് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം 1 ഓഗസ്റ്റിനാണ് UGCയുടെ സെലക്ഷൻ കമ്മിറ്റി അവരുടെ റെക്കമെൻഡേഷൻ UGCക്ക് നൽകുന്നത്, ആരൊക്കെയാണ് സെലക്ട് ചെയ്തെന്നുള്ളത്. അതിനുശേഷം 5th സെപ്റ്റംബർ, അതായത് ടീച്ചേഴ്സ് ഡേയിനാണ് ഇതിന്റെ സൈറ്റേഷൻ സെറിമണി നടക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ PhD തീസിസ് ഇത് ഈ ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ഈ തീസിസ് റെക്കഗ്നൈസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ugc.gov.in/PhD excellence എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈറ്റിലൂടെ യൂണിവേഴ്സിറ്റികൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നമ്മുടെ കേരളത്തിൽ നിന്നും നല്ല കോൺട്രിബ്യൂഷൻസ് നിങ്ങളുടെ PhD ലെവലിൽ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതിന് അവാർഡിന് അർഹരാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.